നമസ്കാരം. ബെസ്റ്റ് വിഷസ് മലയാളം ഇന്നത്തെ അതിഥിയിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം ആണ് ഇന്ന് നമ്മുടെ അതിഥി. കൊല്ലത്തെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മുസ്ലിം ലീഗും UDF നേടിയ വലിയ വിജയത്തിന്റെ ശില്പി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. At Panama, we honor the legacy by choosing only the finest. Carefully hand-picked, harvested with patience, passion, and precision, ensuring every bite carries nature's true goodness. Because what nourishes the heart must travel across the world to reach your home. Great taste is not grown in haste. Panama. Harvesting with care. പാണക്കാട് കുടുംബവുമായി ഏറ്റവും സൗഹൃദം പുലർത്തുന്ന നേതാവായി കാണുന്നു. കറക്റ്റാണോ? എന്താണ് പറയുന്നത്? പാണക്കാട് കുടുംബവുമായി കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട്, ഏകദേശം 30 വർഷമായി വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തന്നെ ഒരു വളരെ ആദരവോടുകൂടിയും ആരാധനയോടുകൂടിയും കാണുകയും നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ കുടുംബത്തിന് വലിയ സവിശേഷതകളുണ്ട്. അപ്പോൾ അതില് അങ്ങനെ തോന്നുന്നെങ്കിൽ സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ പാണക്കാട് എന്നാണ് ആദ്യമായിട്ട് ആ ഒരു സൗഹൃദം വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 30 വർഷമായി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ ആ കുടുംബത്തിൽ പോവുകയും വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തന്നെ ആ കുടുംബത്തിലെ അംഗങ്ങളുമായൊക്കെ പരിചയപ്പെടുകയും ആ ബന്ധം ഇപ്പോഴും നിലനിർത്തി പോവുകയും അവരുടെ വിശ്വസ്തന്മാരുടെ പട്ടികയിൽ ഇടം നേടുകയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷവും ആത്മസംതൃപ്തിയുമുള്ള ഒരു നല്ല നന്മയാണ് അവരുടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട്. അതുപോലെ നമുക്ക് ഈ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായുള്ള പരിചയവും ആ ബന്ധം ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കിയാൽ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ തന്നെ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് വലുതാണ്. 40 വർഷത്തോളം 4 പതിറ്റാണ്ടോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ടിരുന്ന ആളാണ് അദ്ദേഹം. കേരളത്തിന്റെ രാഷ്ട്രീയത്തിലെ നന്മകളും കേരള രാഷ്ട്രീയത്തിലെ കാരുണ്യവും കേരള രാഷ്ട്രീയത്തിലെ ഒരു തനതായ വ്യക്തിത്വവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനാപരവുമായ ഒരുമിപ്പിനും യോജിപ്പിനും ഒക്കെ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാതെ മതരംഗത്ത് നിറഞ്ഞു നിന്ന ഉമർ അലി തങ്ങളുമായിട്ടുള്ള ആ ബന്ധം ഒന്ന് വിശദീകരിക്കാം. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും കാണുന്ന പോലല്ല. ഉമർ അലി ശിഹാബ് തങ്ങൾ രാഷ്ട്രീയത്തിലും മുഖ്യധാരയിലേക്ക് വരാതെ തന്നെ ഒരു രാഷ്ട്രീയത്തിന്റെ എല്ലാ ഉൾക്കാഴ്ച കൊണ്ട് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആ പാണക്കാട് കുടുംബത്തിന്റെ ഒരു നട്ടല്ലായിരുന്നു.
ആ കുടുംബത്തിന്റെ ജ്യേഷ്ഠനാണ് പ്രിയപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന്റെ അനുജന്മാരാണ് ഹൈദരലി ശിഹാബ് തങ്ങളും സാദിഖ് അലി ശിഹാബ് തങ്ങളും അബ്ബാസ് അലി ശിഹാബ് തങ്ങളും. അപ്പൊ ആ കുടുംബത്തിന്റെ ഒരു എല്ലാ കെട്ടുറപ്പുകളും കുടുംബകാര്യങ്ങളും നോക്കുന്നത് ഉമർ അലി ശിഹാബ് തങ്ങളായിരുന്നു. അദ്ദേഹം സ്വാഭാവികമായും സമസ്തയുടെ കേരളത്തിലെ ആധികാരികമായ പണ്ഡിത സഭയും മഹല്ല് നേതൃത്വത്തിന്റെയും മുമ്പുള്ള സമസ്തയുടെ ഒരു വലിയ നേതാവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കുടുംബത്തിന്റെ പാണക്കാട് കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ശിഹാബ് തങ്ങളുടെ അഭാവത്തിൽ പലപ്പോഴും ശിഹാബ് തങ്ങൾ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയി വിദേശയാത്രയൊക്കെ ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും എല്ലാം ചെയ്തിരുന്നതും ഉമർ അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹവുമായി എനിക്ക് വ്യക്തിപരമായി ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹം പലപ്പോഴും കൊല്ലത്ത് പല യാത്രകളിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സഹായിയായി വളരെ ചെറുപ്പത്തിലേ കൂടിയ ഒരാളാണ്. എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം വിപ്ലവാത്മകപരമായ പലതും കേരള രാഷ്ട്രീയത്തിൽ സംഭാവന ചെയ്യാൻ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒത്തിരി കഥകൾ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. കേരളത്തിന്റെ ശിഹാബ് തങ്ങളുടെ ആബ്സെൻസിൽ അല്ലെ ശിഹാബ് തങ്ങളുടെ തീരുമാനത്തിൽ പുറകിൽ നിന്ന് അതിനെ കൃത്യപ്പെടുത്തുന്നതിൽ ഒരു പ്രമുഖ വ്യക്തിത്വം തന്നെയായിരുന്നു ഉമർ അലി ശിഹാബ് തങ്ങൾ. അതുപോലെ തന്നെ ഈ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുമായിട്ടുള്ള ആ ഒരു പരിചയം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞത് നന്നായിരിക്കും. ഹൈദർ അലി ശിഹാബ് തങ്ങൾ വളരെ നിസ്വാർത്ഥനായ, വളരെ സാധാരണക്കാരനായ, വളരെ എന്താണ് പറയുന്നത്, അത് അദ്ദേഹം വളരെ നമുക്കൊക്കെ വളരെ അക്സസബിൾ ഉള്ള ഒരു നേതാവായിരുന്നു. മതകാര്യങ്ങളിൽ കൂടുതൽ കർക്കശം പുലർത്തുകയും രാഷ്ട്രീയ കാര്യങ്ങളിൽ കൂടുതൽ വിശ്വാസ്യത പുലർത്തുകയും പറയുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ മറ്റുള്ളവരും അങ്ങനെ അല്ലെന്നല്ല, പക്ഷെ എന്നാലും കൂടുതൽ കർക്കശമായിരുന്നു. ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഹൈദർ അലി ശിഹാബ് തങ്ങള് ഞങ്ങളുടെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ യുവജന രാഷ്ട്രീയത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടത് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അതുപോലെ തന്നെ എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ കേരളത്തിലെ വളരെ പ്രായം കുറഞ്ഞ ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിമാരായ ഒരാളാവാൻ എന്നെ പരിഗണിച്ചത് പ്രിയപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെട്ടാണ് അദ്ദേഹത്തെ എന്നെ ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എൻ്റെ 40ാമത്തെ വയസ്സിൽ അദ്ദേഹം നിയമിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈ യൂത്ത് ലീഗിൽ ഇപ്പോഴത്തെ ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുമായി ഒന്നിച്ച് പ്രവർത്തിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ഒരു ആത്മബന്ധം പുലർത്തുന്നതായി തോന്നുന്നു. അത് തന്നെ ഒന്ന് ശരിയാണ്. പാണക്കാട് ഇപ്പോൾ നമ്മുടെ നിലവിലെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ, മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ അഡ്വൈസറി ബോർഡിന്റെ ചെയർമാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഞാനുമായിട്ട് ഏകദേശം ഒരു 25 വർഷത്തോളമുള്ള ബന്ധമുണ്ട്. തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSFന്റെ പ്രസിഡന്റ് ആയത് മുതൽ ആയിരിക്കുന്ന കാലഘട്ടം മുതൽ അദ്ദേഹവുമായി എനിക്ക് അടുപ്പമുണ്ട്. അദ്ദേഹം കൊല്ലത്ത് വരുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തോടൊപ്പം കൂടാറുണ്ട്. പിന്നെ യൂത്ത് ലീഗിന്റെ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ യൂത്ത് ലീഗിന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പല ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുമ്പോൾ കൃത്യമായി അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ആ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെ പട്ടികയിൽ ഞാനും ഉൾപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പം ചോദിക്കാൻ ഈ സയ്യിദ് മുനവർ അലി തങ്ങളോടൊപ്പം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനായി പ്രവർത്തിച്ച ആ ഓർമ്മകൾ എത്രമാത്രം നമുക്ക് പ്രതീക്ഷകൾ നൽകുന്നു? മുനവർ അലി ശിഹാബ് തങ്ങള് കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുബോധത്തിൽ, കേരളത്തിന്റെ മതേതര ബോധത്തിൽ ഒരു വേറിട്ട, ഒരു വളരെ കാരുണ്യ കാര്യങ്ങളിലൊക്കെ വളരെ വേറിട്ട ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹം നല്ല കഴിവുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ യൂത്ത് ലീഗിന്റെ അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ കമ്മിറ്റിയിലെ ആദ്യത്തെ വൈസ് പ്രസിഡന്റായിട്ട് എന്നെ പ്രിയപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളും പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളും കൂടി നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹവുമായി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം വളരെ കൺവീനിയന്റ് ആണ്. എല്ലാവരുമായും ചേർന്ന് ഇടപഴകുന്നതിലും എല്ലാവരുടെയും ദുഃഖങ്ങളും പ്രയാസങ്ങളും കേൾക്കുന്നതിലും എല്ലാവരെയും അടുത്ത് ചേർത്ത് പിടിക്കുന്ന ഒരു ടീം സ്പിരിറ്റിന്റെ ഒരു കൃത്യമായ ലീഡർഷിപ്പ് ഉള്ള ആളാണ് മുനവർ അലി ശിഹാബ്. അദ്ദേഹം യൂത്ത് ലീഗിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നപ്പോഴാണ് യൂത്ത് ലീഗിന്റെ ഞങ്ങളുടെ കമ്മിറ്റിയാണ്
യൂത്ത് ലീഗിന്റെ ആസ്ഥാന മന്ദിരത്തിനായി കോഴിക്കോട് ഹൃദയഭാഗത്ത് സ്ഥലമേറ്റെടുക്കുന്നത്, അതുപോലെ തന്നെ ആസ്ഥാന മന്ദിരം പണിഞ്ഞത്, അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഒക്കെ ഒരു കേരളത്തിലെ ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ നേട്ടമായിരുന്നു. അതൊരു വെറും ഒരു ഓഫീസല്ല യൂത്ത് ലീഗിന്റെ ഓഫീസ്. നിരവധി കാര്യങ്ങൾ കുട്ടികളുടെ ഒരു പുതിയ തലമുറയ്ക്ക് എന്തൊക്കെ അക്സസബിലിറ്റി ഉണ്ടോ അതൊക്കെ അവിടെ ആ ഓഫീസിൽ അവൈലബിൾ ആയ രീതിയിലാണ് അദ്ദേഹത്തിന്റെ വിഷൻ. അതനുസരിച്ചുള്ള ഓഫീസാണ് കോഴിക്കോട് ടാഗോർ ഹാളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്. ശരി. അതുപോലെ തന്നെ നമുക്ക് ഈ പാണക്കാട് പുതുതലമുറയിലെ തങ്ങളുമാരുമായിട്ടുള്ള ആ സൗഹൃദത്തെ പറ്റി ഒന്ന് പറയാമോ? ഈ പാണക്കാട് കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വലിയൊരു ഹയറാർക്കി ആയിട്ടാണ് പലരും കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല. അവർ വളരെ സാധാരണക്കാരാണ്. എത്ര ആളുകളുടെ വിഷമങ്ങളും ദുഃഖങ്ങളും കേൾക്കാനും ഒരാളിനെ സംബന്ധിച്ചുള്ള ഒരാളിന്റെ വിഷമങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ഒരു വലിയ ഘടകം. അപ്പൊ സ്വാഭാവികമായും അവരുടെ തലമുറയുമൊക്കെ അവരെ പഠിപ്പിക്കുന്നതും അവരുടെ ഒരു ജീവിതചര്യയും അവരുടെ ഒരു പ്രവർത്തന മേഖലയും ഒക്കെ എല്ലാവരുമായി ഇഴുകിച്ചേർന്ന് പോകുന്നതാണ്. ശരി. പാണക്കാട് ഇതില് PMSA പൂക്കായ തങ്ങളായാലും അതിനുശേഷം വന്ന ആ ഒരു തലമുറ തന്നെ അതില് വളരെ ബോധ്യമുള്ളതാണ്. അവരെ എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് അവരെ അടുത്തറിയുകയും അവരുമായി സംവദിക്കുകയും അവരുടെ ജീവിത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്യണം. അവർ വളരെ വളരെ സാധാരണക്കാരാണ്. ഇപ്പൊ പുതിയ തലമുറ എന്ന് പറയുമ്പോൾ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മക്കളാണ് പ്രിയപ്പെട്ട ബഷീർ അലി ശിഹാബ് തങ്ങൾ, മുനവർ അലി ശിഹാബ് തങ്ങൾ. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വങ്ങളാണ്. അടുത്തതായി പ്രിയപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളുടെ മക്കളാണ് പ്രിയപ്പെട്ട മുൻ വഖഫ് ബോർഡിന്റെ ചെയർമാൻ കൂടിയ റഷീദ് അലി ശിഹാബ് തങ്ങൾ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ. വളരെ എല്ലാവർക്കും നമുക്കെല്ലാം അക്സസബിൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പാണ്. അത് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനാണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ. അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ അസീൽ, ഷാഹിൻ, യാമിൻ ഒക്കെ എല്ലാവരുമായും അടുത്ത തലമുറ വരെ മുനവർ അലി ശിഹാബ് തങ്ങളുടെ മക്കൾ വരുമ്പോഴും അവസാനത്തെ മുനവർ തങ്ങളുടെ കുട്ടിയുമായും അവരെല്ലാവരും നമ്മളുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ആളുകളാണ്. ഓക്കെ. ഈ കടലുണ്ടി പുഴയുടെ ഓരത്തെ കൊടപ്പനക്കൽ മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ കേന്ദ്രം കൂടിയല്ലേ? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? മുസ്ലിം സമുദായത്തിന് മാത്രമല്ല, ഞാൻ അതിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഒരു മുസ്ലിം സമുദായം ഈ ലോകത്ത് നമ്മൾ ഈ വെറുതെ ഇതിനെ ഒരു മത മേഖലയിലേക്ക് മാത്രം തളയ്ക്കരുത്. പാണക്കാട് കുടുംബം നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ, ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളെയൊക്കെ ഈ രാജ്യത്തിന്റെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും ഒരുപോലെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു അവകാശ പോരാട്ടത്തിന് വേണ്ടിയാണ് അവര്. അതുപോലെ തന്നെ മതേതരത്വത്തിന്റെ കാഴ്ചപ്പാട് അവര് ഏറ്റവും അവരുടെ ഒരു കാരണവശാലും അവര് ഒരു വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരു വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ല പാണക്കാട് കുടുംബം. പാണക്കാട് കുടുംബത്തിൽ വരുന്ന മുസ്ലിങ്ങളല്ലാത്തവരെ അവർ സ്വീകരിക്കുന്നതും അവര് ആദരിക്കുന്നതും അവർ സ്നേഹിക്കുന്നതും ഒട്ടനവധി വ്യക്തിപരമായി എനിക്ക് ഒട്ടനവധി ആളുകളെ അറിയാം. അവരൊക്കെ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വളരെ ഊഷ്മളമാണ്, വളരെ വിശ്വസനീയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കേരളത്തിന്റെ മുസ്ലിം സമുദായത്തെ നിർത്തുന്നത് ഈ രാജ്യത്തിന്റെ വർഗീയതയും തീവ്രവാദവും മാറ്റി നിർത്തി ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും അതുപോലെ തന്നെ ഭരണഘടനാനുസൃതവുമായി ഒരു സമുദായത്തെ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ ഇടപഴകി ജീവിക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാണക്കാട് സൈതന്മാരും മതരംഗത്തുള്ള അവരുടെ പൈതൃകവും എങ്ങനെ നോക്കിക്കാണുന്നു? പാണക്കാട് സൈതന്മാര്, പാണക്കാട് ശിഹാബ് തങ്ങൾ തുടങ്ങി അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ അധ്യക്ഷനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നമ്മൾ നോക്കുമ്പോൾ വളരെ സൈലന്റായി നടത്തുന്ന ആളാണ്. മതബോധനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ മതമേഖലയെ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റ്, അവരുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി, അവർ മറ്റ് സമുദായങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നത്, അവരിൽ വർഗീയത കലർത്താതെ
നമ്മളെല്ലാവരും ഇവിടുത്തെക്കാരാ, ഇവിടെ നമ്മൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തി ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെയും ക്രൈസ്തവ സമൂഹത്തെയും വിശ്വാസത്തിലെടുത്ത് അവരോടൊപ്പം ഒരുമിച്ച് ചേർന്ന് നിന്ന് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യധാരയിൽ ആ സംസ്ഥാനത്തിന്റെ പൊതുബോധത്തെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പോകാനാണ് പാണക്കാട് തങ്ങന്മാർ എന്ന് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പാണക്കാട് തങ്ങളുമാര് അവരുമായിട്ടുള്ള യാത്രകളിലെ ആ ഓർമ്മകൾ ഒന്ന് വിശദീകരിക്കാം. പാണക്കാട് തങ്ങന്മാര് യാത്രകൾ പറഞ്ഞാല് നമ്മളിന്ന് അവസാനിക്കില്ല. അത് വളരെ സന്തോഷകരമായ സത്യത്തില് എനിക്ക് ഏറ്റവും വലിയ ടൂർ ഒരു സന്തോഷമുള്ള ഒരാത്മ സംതൃപ്തി തരുന്ന ഒരു ടൂർ എന്ന് പറയുന്നത് അവരുമായുള്ള യാത്രകളാണ്. കാരണം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ എനിക്ക് വളരെ ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്നൊരു വിഷയം, ഞാൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലൊരു ദിവസം നോക്കുമ്പോൾ വലിയ ജനക്കൂട്ടമാണ് ഇവരുടെ വീട്ടിൽ ആളുകൾ. അപ്പോൾ ഒരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടൊരു സഹോദരൻ ആ വീട്ടിലേക്ക് ഓടി കിതച്ചു വരുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടപ്പോൾ തങ്ങളുടെ സഹായി ഓടിച്ചെന്ന് തങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഓടി വരുന്നുണ്ട്, വിഷമത്തിലാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ നോക്കിയപ്പോൾ അദ്ദേഹം തങ്ങളോട് പറഞ്ഞത്, തങ്ങളെ എൻ്റെ ഭാര്യ മലപ്പുറം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രസവ ഞങ്ങൾക്ക് 12 വർഷമായിട്ട് കുട്ടികളില്ല. അപ്പോൾ തങ്ങളെന്തോ എഴുതി കൊടുത്തു വിടുന്നതാണ്. എന്തോ അദ്ദേഹത്തിന് പ്രാർത്ഥന ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയായിട്ട് ഒരു വലിയ സന്തോഷം പങ്കിടാനായി ഓടിപ്പോയിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ്. അത് തങ്ങൾക്ക് ലഡുവുമായിട്ട് വന്ന കാഴ്ചയാണ്. എൻ്റെ ഭാര്യ സുഖപ്രസവമായിരുന്നു, പ്രസവിച്ചു, തങ്ങളുടെ അനുഗ്രഹമാണ്. പക്ഷെ ആ വിശ്വാസം, ആ സമൂഹത്തിന്റെ വിശ്വാസം. അതുപോലെ തന്നെ ഹൈദരലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ അവസാനമായി കൊല്ലത്ത് വന്നത് അഞ്ചൽ ജമാഅത്തിന്റെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയായിരുന്നു. അന്ന് ഞാനാണ് തങ്ങളോടൊപ്പം യാത്ര ചെയ്തത്. തങ്ങളോടൊപ്പം അന്ന് തങ്ക് രാത്രി ഇവിടെ വന്നപ്പോൾ ട്രെയിൻ മിസ്സായി പോയി. ഒരു ദിവസം ഇവിടെ തങ്ങളിവിടെ തങ്ങി. അതിലൊക്കെ സഹായിയായി കൂടിയത് ഞാനാണ്. അതുപോലെ തന്നെ ഹൈദരലി ശിഹാബ് തങ്ങൾ, പലപ്പോഴും ഹൈദരലി ശിഹാബ് തങ്ങൾ രാത്രി വരുന്നത് മലബാർ എക്സ്പ്രസ്സിലാണ്. അപ്പൊ ആ മലബാർ എക്സ്പ്രസ് കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷട്ടിലായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. 2-2.5 മണിക്കൂർ എടുക്കും. അപ്പൊ തങ്ങൾ കൊല്ലത്ത് ഇറങ്ങും. ഞാൻ കാറിലാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഭരണവും ഇതൊന്നും ഇല്ലാതെ നിൽക്കുമ്പോഴും തങ്ങൾ നമ്മളെ കൂട്ടാറുണ്ട്. നമ്മൾ ആരവവും ഇല്ലാത്തപ്പോഴും സൈലന്റായി തങ്ങൾ പോകും. യാത്ര പാണക്കാട് തങ്ങന്മാർക്ക് വളരെ ഇഷ്ടമാണ്. ഈ ലോകത്തെ കാണാനും പലരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കാനും. അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ഈ രാജ്യത്തും വിദേശത്തും ഒക്കെ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ഒരു പ്രത്യേകത, നമ്മളെ ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുമ്പോഴും, അവർ ഭക്ഷണം കഴിക്കുമ്പോഴും, അവർ ഉറങ്ങുമ്പോഴും, അവർ വലിയ തിരക്കുകൾ നിൽക്കുമ്പോഴും കൂടെയുള്ളവർ എന്നുള്ള നിലയിൽ നമ്മളുടെ ക്ഷേമ അന്വേഷണം നടത്തും. ഇത്ര തിരക്കുണ്ട്. അതുപോലെ തന്നെയാണ് പുതിയ തലമുറയും, മുനവർ തങ്ങളായാലും ബഷീർ അലി തങ്ങളായാലും റഷീദ് അലി തങ്ങൾ, എല്ലാ പുതിയ തങ്ങന്മാരും ആ ഒരു സിസ്റ്റം അവർ ഫോളോ ചെയ്യുന്നു. ഇതൊന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലീഗിനെ എങ്ങനെ ശരിക്കും നമ്മുടെ ഈ സമൂഹത്തിൽ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാം. ഈ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ കൊല്ലത്തിന് കിട്ടിയിട്ടില്ല. മലബാറിൽ ഇത്രയും ഡെവലപ്മെന്റ്സും മലബാറിൽ ഇത്രയും മുസ്ലിം ലീഗിനകത്ത് അത് നിങ്ങൾ ഒരു വ്യത്യസ്തമായത് നമ്മൾ പലപ്പോഴും പറയുന്നത് പോലല്ല. മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ മലബാറിലെ ചില നിയോജക മണ്ഡലങ്ങൾ, പെരിന്തൽമണ്ണ, അതുപോലെ തന്നെ മണ്ണാർക്കാട്, ഇതുപോലെ മണ്ഡലങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷമാണ്. ആ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിനെ വിശ്വസിക്കുന്നത് അവിടുത്തെ ഡെവലപ്മെന്റ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായും കൊല്ലത്ത് നിങ്ങൾക്കറിയാം, കൊല്ലത്ത് ഒരിക്കൽ മാത്രമേ മുസ്ലിം ലീഗിന് ജയിക്കാൻ പറ്റുള്ളൂ. PKK ബാവ കേരളത്തിന്റെ ചരിത്രത്തിലെ, കൊല്ലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ PKK ബാവ. അദ്ദേഹം നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുള്ള വികസനങ്ങൾക്ക് തുല്യതയില്ല. പ്രത്യേകിച്ച് ശബരിമലയിൽ അദ്ദേഹമാണ് ശബരിമലയെ ഈ ഇത്തരത്തിലേക്ക് ഒരു ആഗോള ഒരു തീർത്ഥാടന കേന്ദ്രമാക്കിയ റോഡുകൾ വികസിപ്പിക്കുന്നതിനും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ, അതുപോലെ അങ്ങനെ ഉള്ള ആളുകള് ഈ ഇവിടെയും ജനപ്രതിനിധികളായി വന്നാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒറ്റ ലക്ഷ്യമുള്ളൂ: ഈ നാടിന്റെ വികസനം, ഈ നാടിന്റെ മതേതരത്വം, ഈ നാടിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുക.
ഏതായാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തു. അടുത്തൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം. At Panama, we honor the legacy by choosing only the finest. Carefully hand-picked, harvested with patience, passion, and precision, ensuring every bite carries nature's true goodness. Because what nourishes the heart must travel across the world to reach your home. Great taste is not grown in haste. Panama, harvesting with care.